ഹലോ, അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നതല്ലേ? ഞങ്ങളും സുഖമായിരിക്കുന്നു. മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് സമയം മഴ പെയ്യും, പിന്നെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഭയങ്കര വെയിലാവും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്താ കറി വെക്കാൻ വെച്ചിട്ടുണ്ട്? പച്ചക്കറി കുറച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ ഉള്ള പച്ചക്കറിയൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരു സാമ്പാർ വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓരോരുത്തർ ഓരോ രീതിയിലാണ് സാമ്പാറൊക്കെ വെക്കുന്നത് അല്ലേ? നല്ല അടിപൊളിയായിട്ട് സാമ്പാർ വെക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ സാമ്പാർ വെക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം കുറച്ച് ഐറ്റംസ് ഒന്നും എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു. അപ്പോൾ ഉള്ള ഐറ്റംസ് ഒക്കെ ഇട്ടാണ് ഞാനിന്ന് സാമ്പാർ വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ സാമ്പാർ വെക്കുന്നത് വെച്ചാൽ ആദ്യം തന്നെ പരിപ്പ് കഴുകി വേഗം വെക്കും കേട്ടോ. അങ്ങനെയാണ് ഞാൻ സാമ്പാർ വെക്കുന്നത്. അപ്പം പച്ചക്കറി എല്ലാം കഴുകി കട്ട് ചെയ്തെടുത്തു. സൈഡിലിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെയാണ് കേട്ടോ. അപ്പം ഇത് നല്ല പരിപ്പ് അത്യാവശ്യം പകുതിയൊക്കെ വെന്ത് നല്ലോണം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അതിനകത്തോട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇടും. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടാണ് സാമ്പാർ വെക്കുന്നത്. ചിലർ ഇഞ്ചിയും വെളുത്തുള്ളി ഇടിയല്ല, പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ. നിങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് സാമ്പാർ വെച്ച് നോക്കിയാൽ ആ വെന്ത് വരുമ്പോൾ നല്ലൊരിതാണ്. അപ്പോൾ അതിനകത്തോട്ട് പച്ചക്കറിയൊക്കെ ഇട്ടു. കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത്, കാരണം ഈ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഒന്ന് കലങ്ങാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് വിസിലടിക്കാൻ വെക്കും കേട്ടോ. ഒറ്റ വിസിലടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അന്നേരത്തേക്കും സെറ്റായി വരും. അപ്പോൾ എൻ്റെ അടുത്ത് ഇന്ന് ഇറ്റാത്ത ഐറ്റംസ് പറഞ്ഞാൽ പിഴിപുളിയൊന്നും ഇല്ല കേട്ടോ. കാരണം മസ്റ്റ് നമുക്ക് സാമ്പാറിന് ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് വേണ്ട സാധനമാണ് പിഴിപുളി എനിക്ക്. പക്ഷെ അതില്ലായിരുന്നു. എന്നാലും ഉള്ള സംഭവമൊക്കെ വെച്ച് ഞാനൊന്ന് സെറ്റാക്കി. പരിപ്പാണേലും ഞാൻ എന്നാ പറയുക കുറച്ചേ ഇട്ടുള്ളൂ. എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇച്ചിരി ഗ്യാസ്ട്രിക് പ്രശ്നമാണ് എല്ലാവർക്കും. അപ്പോൾ എന്നാൽ പിന്നെ പേരിനൊരു കുറച്ച് പരിപ്പിട്ടേക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഇട്ടാണ് എന്താ. അപ്പം കുക്കറൊക്കെ അടച്ച് സെറ്റാക്കി. അപ്പോഴത്തേക്ക് ഇത് വേഗാകുമ്പോഴത്തേക്ക് അതിനുള്ള എന്നാ പറയുക മസാലയൊക്കെ മൂപ്പിച്ചെടുക്കാമെന്ന് ഓർത്ത്. അപ്പം എണ്ണ ചൂടാക്കി അതിനകത്തോട്ട് കടുക് പൊട്ടിക്കുമ്പോൾ ഞാൻ ഇച്ചിരി അരി ഇടും, പിന്നെ അതുപോലെ തന്നെ ഉഴുന്നിടും, പിന്നെ ഇച്ചിരി ജീരകവും കടുകും ഒക്കെ കൂടിയാണ് ഇടുന്നത്. അതിനകത്ത് കുറച്ച് ഉള്ളിയൊക്കെ ഇട്ടൊന്ന് ജസ്റ്റ്. അപ്പം കറിവേപ്പില ഇല്ലായിരുന്നു, ഞാൻ പോയി നോക്കി. അപ്പം കറിവേപ്പില ഇല്ല. അപ്പം പിന്നെ എന്നാൽ ഉള്ളതൊക്കെ ഇട്ടങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ചുമന്ന മുളകും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ അതിനകത്തോട്ട് സാമ്പാർ പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു. അതൊക്കെയാണ് ഞാൻ ഇട്ടത്. പിന്നെ മുളക് പൊടി വേണ്ടവർക്ക് ഇടാം, ഞാൻ ഇട്ടില്ല. കാരണം വെച്ചാൽ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതിന് നല്ല എരിവുണ്ടാവും കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ കുഞ്ഞുങ്ങൾ കഴിക്കുന്നതായതുകൊണ്ട് ഞാൻ അത്ര സാമ്പാറിന് മുളക് പൊടി അത്ര ഇടാറില്ല ഞാൻ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തു. പിന്നെ അതിനകത്തോട്ട് കുറച്ച് കായപ്പൊടി ഇട്ടു കേട്ടോ. കായപ്പൊടി ഇട്ട് ഇതെല്ലാം മൂപ്പിച്ച് കഴിയുമ്പോൾ ഇതിനകത്തോട്ട് പിഴിപുളി പിഴിഞ്ഞൊഴിച്ച് തിളപ്പിച്ചേച്ചാണ് ഞാൻ സാമ്പാറിനകത്തോട്ട് ഇടാറ്. പക്ഷേ പിഴിപുളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ ഭക്ഷണത്തിന് ഉണ്ടാക്കിയതാണ് ഈ കറി കേട്ടോ. അപ്പം എന്നാ പറയുക, അപ്പോൾ എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുത്തിട്ടേക്കാം. കുറച്ച് ദിവസമായിട്ട് ലോങ് വീഡിയോസൊക്കെ ഭയങ്കര കുറവാണ്. അപ്പം 2 ദിവസമായിട്ട് ഞാനിപ്പോൾ ലോങ് വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ടൈം അത്ര സെറ്റായി വരുന്നില്ല മക്കളെ, അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ അറിയാലോ ടൂട്ടൂസിൻ്റെ ബഹളവും കാര്യങ്ങളൊക്കെ. അപ്പം അവന് എന്നാ പറയുക ഉറങ്ങിയ സമയത്താണ് ഞാൻ പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതിൽ നല്ലതായിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, എന്നാലും എൻ്റെ ഒരു സന്തോഷം അത്രേ ഉള്ളൂ. അപ്പോൾ അന്നേരത്തേക്കും നമ്മുടെ ഇത് പച്ചക്കറിയൊക്കെ നല്ലോണം ഒന്ന് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല വെന്തു. പരിപ്പ് നല്ലോണം എനിക്ക് നല്ല വെള്ളത്തിലങ്ങ് കലർന്നിരിക്കണം പരിപ്പ്. ഇത് കലർന്ന് സെറ്റായി. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ ഈ മസാലപ്പൊടി അങ്ങോട്ടിട്ടു, നല്ലോണം ഒന്ന് ഇളക്കിയെടുത്തു കേട്ടോ. ഇത് പരിപ്പ് കുറവുള്ളതിൻ്റെയും പിന്നെ പിഴിപൊടി ഇല്ലാത്തതിൻ്റെ നല്ലൊരു കുറവ് അതിനുണ്ടായിരുന്നു. ഞാൻ പരിപ്പ് കുറച്ചിട്ടതാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ പരിപ്പ് ആർക്കും ഇവിടെ അധികം പറ്റുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എന്നാ പറയുക പിഴിപുളി ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുറവ് കാണുന്നുണ്ട്, സാരമില്ല, എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഞാൻ പരിപ്പ് സാമ്പാർ വെച്ചാൽ ഇച്ചിരി നീട്ടിയൊക്കെ വെക്കും. കാരണം അഥവാ രാവിലെ വല്ല ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന വെച്ചാൽ കറി ഉണ്ടാവുമല്ലോ. പിന്നെ എന്നാ വെച്ചാൽ 2 ദിവസത്തേക്കാവും. അപ്പോൾ നമ്മുടെ സാമ്പാറൊക്കെ തിളച്ച് സെറ്റായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ടാറ്റാ.